പ്രൊഫസർ ജോസുകുട്ടി, ഇപ്പോൾ വീഞ്ഞ്, രോമാഞ്ചം, കേക്ക് ഈ മൂന്ന് വാക്കുകളാണോ മതമേലധ്യക്ഷന്മാരെ വേദനിപ്പിക്കുന്നത്? അതോ 249 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്തതിലാണോ? ഈ രണ്ട് കാര്യത്തിലും കടുത്ത വേദനയുണ്ട്. ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്, പല സ്ഥലത്തും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട്, ക്രൈസ്തവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. അത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിലൊക്കെ ക്രൈസ്തവർ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. എവിടെ പ്രതികരിച്ചു? പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ അവസരമുണ്ടായിട്ടും അവിടെ പോയി ഒരക്ഷരം പറയാതെ ആ ആശങ്ക അവിടെ അറിയിക്കാമായിരുന്നല്ലോ. ആ കൂടിക്കാഴ്ച നല്ലത് തന്നെ. ആ കൂടിക്കാഴ്ചയിൽ ആശങ്കയും വേദനയും അറിയിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? ആ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ നിവേദനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംഗതികളും ആശങ്കകളും എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വളരെ വേണ്ടപ്പെട്ട കേന്ദ്രങ്ങളിൽ കൃത്യമായി പല തലങ്ങളിലായി അറിയിച്ചിട്ടുണ്ട്. അതിനനുബന്ധമായിട്ടുള്ള നടപടികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും നടന്നിട്ടുമുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഒരിക്കലും ഒരു ദിവസം പ്രധാനമന്ത്രിയെ കാണാതിരുന്നിട്ട് ഓടിച്ചെന്ന് അതേ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ അവിടെ വെച്ച് തന്നെ അത് പറയണമെന്നില്ല. കൃത്യമായി പ്രൊഫസർ ജോസുകുട്ടി, വിരുന്ന് സൽക്കാരമാണ്, ക്രിസ്മസ് വിരുന്നാണ്, സ്നേഹവിരുന്നാണ്, അതിൽ രാഷ്ട്രീയമുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഒരു സ്നേഹവിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ സമുദായവുമായി ബന്ധപ്പെട്ട് ഉള്ള ആശങ്കകൾ അറിയിക്കുക എന്നുള്ളത് സ്വാഭാവികമായ നടപടിയാണ്, ചെയ്യേണ്ട നടപടിയാണ്. മതമേലധ്യക്ഷരിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. മണിപ്പൂരിൽ നടന്ന കാര്യങ്ങളും നടന്ന ആക്രമണങ്ങളുടെ കണക്കുമൊക്കെ സുപ്രീം കോടതിയുടെ മുന്നിൽ വരെ എത്തിയതാണല്ലോ. സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണല്ലോ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 600-ലേറെ ദേവാലയങ്ങൾ എന്നുള്ള കണക്കാണ് കോടതിയിൽ ഉള്ളത്. 525-ലേറെ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് 8 മാസത്തിനിടയ്ക്കാണ്. ഈ BJP അധികാരത്തിൽ വന്ന ശേഷം ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് 2023 നടന്നിരിക്കുന്നത്. ആ വർഷം പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ അവസരമുണ്ടായിട്ടും മതമേലധ്യക്ഷന്മാർ എന്തു ചെയ്തു എന്ന ചോദ്യം ക്രൈസ്തവ സമൂഹം ചോദിക്കില്ലേ പ്രൊഫസർ ജോസുകുട്ടി? തീർച്ചയായും ക്രൈസ്തവ സമൂഹം ചോദിക്കും. ക്രൈസ്തവ സമൂഹത്തിന് അതിൻ്റെതായ ഉത്തരങ്ങൾ അതാത് സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് യാദൃച്ഛ്യമായി ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അത് യാദൃച്ഛ്യമായി ഒരു ദിവസം കണ്ടപ്പോൾ ഒരു സാഹചര്യമല്ല ഇതിനകത്തുള്ളത്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുറിവുണക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി ഈ ക്രൈസ്തവ നേതാക്കന്മാരെ അവിടെ വിളിച്ചതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇതിനനുബന്ധമായിട്ടുള്ള നിരവധിയായ നടപടികളുടെ ഒരു തുടർച്ച മാത്രമായിട്ട് ഇതിനെ കാണാനായിട്ടാണ് ക്രൈസ്തവ. അങ്ങനെയാണെങ്കിൽ ഒരു നടപടി പറയാമോ പ്രൊഫസർ ജോസുകുട്ടി? അനുബന്ധമായ നടപടികൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ വേദന മറക്കാനുള്ള ഒരു നടപടി ഒന്ന് പറയാമോ? അതിലൊരു നടപടിയാണിത്. മതമേലധ്യക്ഷന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണോ? അവിടെയാണ് സജി ചെറിയാൻ ശരിയായ പ്രയോഗം നടത്തിയത്. വീഞ്ഞും കേക്കും കണ്ടപ്പോൾ മതിമറന്നു എന്നുള്ള പ്രയോഗം നടത്തുന്നത് അതുകൊണ്ടാണ്. അതിൽ മതമേലധ്യക്ഷന്മാരോട് അങ്ങനെ പറയാമോ എന്ന ആശങ്കയുണ്ടായവർക്ക്, ഈ മതമേലധ്യക്ഷന്മാർക്ക് തന്നെയാണല്ലോ ആശങ്കയുണ്ടായത്. ഞങ്ങളെ എങ്ങനെ പറയും? ഞങ്ങളെ ആരുണ്ട് തിരുത്തിക്കാൻ? അതാണോ നിലപാട്? അപ്പോൾ ആരാണ് നിങ്ങളെ തിരുത്തിക്കുക? പ്രൊഫസർ ജോസുകുട്ടി, മതമേലധ്യക്ഷന്മാർക്ക് തെറ്റുപറ്റുമ്പോൾ ആര് തിരുത്തിക്കും? അല്ല, ഇത് മതമേലധ്യക്ഷന്മാർക്ക് തെറ്റുപറ്റിയെന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നുകൊണ്ടാണ് താങ്കൾ പറഞ്ഞാൽ മതി പ്രൊഫസർ ജോസുകുട്ടി. ഇല്ല, പ്രധാനമന്ത്രിയോട് എന്തു പറഞ്ഞു? പ്രധാനമന്ത്രിയിൽ നിന്ന് എന്ത് ഉറപ്പ് ലഭിച്ചു? ഇല്ല, മണിപ്പൂരിൽ ഇത്രയധികം പള്ളികൾ തകർത്ത വിഷയത്തിൽ, അവിടുത്തെ കന്യാസ്ത്രീകളടക്കം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എന്ത് തരത്തിലുള്ള ഉറപ്പാണ് നൽകിയത്? കാരണം മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു പരസ്യ പ്രസ്താവന നമ്മൾ കണ്ടിട്ടില്ലല്ലോ. 72 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എത്ര ചെറുതായിരുന്നു, എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ രാജ്യം കണ്ടതാണ്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് എന്ത് ഉറപ്പ് ലഭിച്ചു എന്നുള്ളത് രാജ്യത്ത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുതിയൊരു വാർത്ത തരാനുണ്ടെങ്കിൽ തരൂ. ഇവിടെ അങ്ങനെയല്ല സ്മൃതി. ഇത് ആ തരത്തിലല്ല ഇതിനെ കാണേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലൊരു ഉറപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടല്ല അവരവിടെ പോയത്. അതേസമയത്ത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉറപ്പിന് വേണ്ടിയിട്ട് യഥാസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ തലങ്ങളിൽ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മതമേലധ്യക്ഷന്മാരുമായിട്ടും സഭയുടെ വക്താക്കളുമായിട്ടും ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രി അവിടെ കാണാൻ ചെന്നതാണ് ഞാൻ പ്രധാനമന്ത്രി ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിളിക്കുകയും ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കുകയും ഈ സമുദായത്തിലുണ്ടായിരിക്കുന്ന ആശങ്കകളോ മുറിവുകളോ ഒക്കെ ഉണക്കാത്തക്ക തരത്തിലുള്ള ഒരു ബന്ധം, ഒരു സൗഹൃദത്തിന്റെ തലത്തിലേക്ക് കാര്യങ്ങൾ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തൊരു
ദുർബലമാണ് പ്രൊഫസർ ജോസുകുട്ടി താങ്കളുടെ മറുപടി? പ്രൊഫസർ ജോസുകുട്ടി ക്രൈസ്തവ സമൂഹത്തെ വിശ്വസിപ്പിച്ചാൽ മതി, ക്രൈസ്തവ സമൂഹത്തെ വിശ്വസിപ്പിച്ചാൽ മതി, അല്ലല്ലോ ക്രൈസ്തവ സമൂഹത്തെ വിശ്വസിപ്പിച്ചാൽ മതി എന്ത് ഉറപ്പ്? മറ്റു സമുദായങ്ങള് ക്രൈസ്തവ സമൂഹത്തോട് കേരള സർക്കാരിന്റെ സമീപനം വ്യത്യസ്തമല്ലല്ലോ. കേരള സർക്കാർ ക്രൈസ്തവ സമൂഹത്തെ ഒത്തിരി സഹായിക്കുന്ന പറ്റുമില്ല. അല്ല, കേരളത്തിൽ പള്ളികൾ കത്തിച്ചോ? അല്ല, കേരളത്തിൽ പള്ളികൾ കത്തിച്ചോ? താങ്കൾ എങ്ങനെയാണ് സാമാന്യവൽക്കരിക്കുന്നത് പ്രൊഫസർ ജോസുകുട്ടി? കേരളത്തിൽ പള്ളികൾ കത്തിച്ചോ? എന്താണ് ഈ സാമാന്യവൽക്കരണം? അല്ലല്ല, ഓരോ സംസ്ഥാനത്തും അല്ല, കേരളത്തിന്റെ സാഹചര്യവും വടക്കേ ഇന്ത്യയുടെ സാഹചര്യവും രണ്ടാണ്. വടക്കേ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തെയോ, കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വടക്കേ ഇന്ത്യ വിലയിരുത്തൽ ഞാൻ വിലയിരുത്തിയിട്ടില്ല, താങ്കളാണ് പറഞ്ഞത്. ഞാൻ വിലയിരുത്തിയിട്ടില്ല, താങ്കളാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു വിലയിരുത്തലില്ല, താങ്കളാണോ വിലയിരുത്തിയത്? താങ്കളാണോ താരതമ്യം നടത്തിയത്? കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കേരള ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടില്ല. അത് ചെയ്യാത്ത സജി ചെറിയാനെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ അവഹേളിക്കുന്നതിനോ അല്ലെ അവരെ വിമർശിക്കുന്നതിനോ യാതൊരു അധികാരവുമില്ല. എന്ന് തന്നെയല്ല, ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത്, എപ്പോഴാണ് കാണേണ്ടത്, ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുകയും ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ഇവരാരും അല്ല താനും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മാപ്പ് പറഞ്ഞത്. മാപ്പ് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞ എല്ലാം ശരിയായിരുന്നു. സമ്മർദ്ദമാണല്ലോ പ്രൊഫസർ ജോസുകുട്ടി, സമ്മർദ്ദമാണല്ലോ ഇതിപ്പോൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വോട്ടുണ്ടാവില്ല എന്ന ഭീഷണിയാണല്ലോ അല്ലേ? അപ്പൊ വോട്ട് വേണ്ടവർ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അവർ വോട്ടിനെ പേടിക്കുന്നുണ്ടെങ്കിൽ അവര് മറ്റു കാര്യങ്ങൾ അനുബന്ധമായിട്ട് വരണം. അതായത് നിങ്ങൾ ധാർമ്മികമായി ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അല്ലേ? പ്രൊഫസർ ജോസുകുട്ടി, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവരാണ് മതമേലധ്യക്ഷന്മാർ എന്ന സന്ദേശമാണ് ഇപ്പോൾ താങ്കൾ നൽകുന്നത്. മതമേലധ്യക്ഷന്മാർ ചെയ്യുന്ന പിഴവുകൾ ആര് ചോദിക്കും? ആക്ഷേപിക്കാൻ പാടില്ല. ആക്ഷേപത്തെ ചോദ്യം ചെയ്യാൻ എന്നാൽ ഇപ്പോൾ പറയാമല്ലോ പ്രൊഫസർ ജോസുകുട്ടി, ഇപ്പോൾ പറയൂ മണിപ്പൂരിന്റെ കാര്യത്തിൽ എന്തുറപ്പ് വാങ്ങി? മണിപ്പൂരിന്റെ കാര്യത്തിൽ എന്തുറപ്പ് വാങ്ങി? പള്ളികൾ തകർത്തതിൽ എന്തുറപ്പ് വാങ്ങി? ഒന്ന് പറയൂ. കേരളത്തിലെ ക്രൈസ്തവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് വടക്കേ ഇന്ത്യയിൽ അവിടെ അവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കാണുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. വടക്കേ ഇന്ത്യയിലെ കാര്യങ്ങളിൽ അവിടെയുള്ള ആളുകൾ അവർ നോക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കും. കേരളത്തിനകത്ത് ഇവിടെ ഒരു ജെ.വി. കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ പുറത്തുവിട്ടോ? ഇതുവരെയും ഞങ്ങൾക്കെതിരെ കേസുകൾ പോയിരിക്കല്ലേ? അതുപോലെ ആക്ഷേപം നിലനിൽക്കുന്നുണ്ടല്ലോ, ആക്ഷേപം പിൻവലിച്ചിട്ടില്ലല്ലോ. ആക്ഷേപിച്ച വാക്കുകളിൽ മാറ്റം വരുത്തുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആർക്കും ചെയ്യാം, ഏത് സമയത്തും ആരെ വേണേലും ആക്ഷേപിച്ചിട്ട് തിരിച്ചു മറിച്ചു ഒക്കെ വാക്കുകൾ പിൻവലിച്ചതിൽ സന്തോഷം എന്നിപ്പോൾ ക്ലിമിസ് ബാവ പറഞ്ഞല്ലോ. താങ്കൾക്ക് പോരാ. ആകപ്പാടെ തോന്നി ക്ലിമിസ് ബാവ പറയുന്നു വാക്കുകൾ പിൻവലിച്ചതിൽ സന്തോഷമെന്ന്. വാക്കുകൾ പിൻവലിച്ചതിൽ സന്തോഷമെന്ന് ക്ലിമിസ് ബാവ പറഞ്ഞിരിക്കുന്നു. പ്രൊഫസർ ജോസുകുട്ടി, പോരാ എന്നാണോ? ഇനി എന്താണ് വേണ്ടത്? ക്ലിമിസ് ബാബ പറഞ്ഞത് വാക്കുകൾ പിൻവലിച്ച സന്തോഷം എന്ന് പറഞ്ഞു. പക്ഷെ ക്രൈസ്തവ സമൂഹത്തിനകത്ത് സജി ചെറിയാന്റെ പരാമർശം ഉണ്ടാക്കിയിട്ട് മുറിവ് ഉണങ്ങിയിട്ടില്ല. എന്ത് മുറിവാണ്? അപ്പൊ പള്ളി പൊളിച്ചപ്പോൾ ഇല്ലാത്തതിനേക്കാൾ വലിയ മുറിവുണ്ടോ? പ്രൊഫസർ ജോസുകുട്ടി, പള്ളികൾ പൊളിച്ചതിനേക്കാൾ വലിയ മുറിവാണോ? അല്ലല്ല, നേരത്തെ ചരിത്രമൊന്നും എടുക്കണ്ട, അതൊക്കെ അങ്ങോട്ട്. ജോസുകുട്ടി, ഞാൻ ചോദിക്കട്ടെ, പള്ളികൾ പൊളിച്ചതിനേക്കാൾ വേദനയുണ്ടായോ? ഒറ്റ വാചകത്തിൽ പറയാമോ? പള്ളികൾ പൊളിച്ചതിനേക്കാൾ വേദനയുണ്ടായോ? പള്ളികൾ പൊളിച്ചാൽ വേദന ഉണ്ടായിട്ടുണ്ട്. ആ വേദനയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തീർച്ചയായും അതിന്മേൽ നടപടി. ക്രൈസ്തവ സമൂഹം അടങ്ങിയിരിക്കില്ല. അത് മണിപ്പൂരിനകത്ത് ഈ കുക്കി മേഖലയിൽ ചെന്ന് നിങ്ങൾ അന്വേഷിക്കുക, അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവും. ജീവിക്കുന്നുണ്ടല്ലോ, കുക്കി മേഖലയിൽ അവർക്ക് ജീവിക്കാനുള്ള അവരവിടെ സമരം ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവിടെ അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. അത് അവരെ അതിനുവേണ്ട സാഹചര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇനി ആ ഫൈറ്റ് തുടരും. ആ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾ എന്താ പറയാത്തെന്നാണ് ചോദ്യം. താങ്കളേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.